അഖിലേട്ടന്റെ കുസൃതികൾ ഇപ്പോ സോഷ്യൽ മീഡിയ മുഴുവൻ കത്തി നിൽക്കുന്ന ഒരു സംഭവമാണ് അഖിൽമാരാരുടെ റീസെന്റ് ആയിട്ട് നടന്നിരിക്കുന്ന ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ സംഭവം എന്താണെന്ന് ഞാൻ വളരെ ലഘുവായിട്ട് പറഞ്ഞുതരാം. അതായത് അഖിൽമാരാർ ഒരു ഇന്റർവ്യൂ ഇരുന്ന് പറയുകയാണ്, പ്രസവത്തിനെ പറ്റി സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പ്രസവത്തിനെ പറ്റി അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ, ഒരു മോഡേൺ ഒരു വിഷനാണ് ഈ ഒരു ഇന്റർവ്യൂയുടെ വന്നത് കേട്ടോ. ഭയങ്കര രസമായിട്ടൊരു സംഭവമാണ്. കാണാത്തവരുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ ഒന്ന് പോയി യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തെ സ്ത്രീകളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അവര് പ്രസവിച്ചു കഴിഞ്ഞാൽ രണ്ടാം ദിവസം കേട്ടോ, റെസ്റ്റ് ഒന്നുമില്ല, 5-6 ദിവസം ഒന്നുമില്ല, അവർ രണ്ടാം ദിവസം അവർ നേരെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവരുടേതായ ജോലികളിലേക്ക് അവർ പോകുന്നു. അതായത് അതാണ് ഈ ഒരു ചെറിയ സെന്റൻസ് കൊണ്ട് അത് ഉദ്ദേശിച്ചത്. അതായത് അരി പൊടിക്കാൻ പോകാന്ന് ഇദ്ദേഹം പറഞ്ഞു. അതായത് ബാക്കിയുള്ള ജോലികളിലേക്ക് നെല്ല് കുത്താനും അങ്ങനെയൊക്കെ പോകാന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ആ ഒരു സെൻസിലാണ് ഇദ്ദേഹം സംസാരിച്ചു വെക്കുന്നത്. അതായത് റെസ്റ്റ് എടുക്കുന്നില്ല. അതായത് സ്ത്രീകൾ പ്രസവം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈഫ് ത്രെട്ടണിങ് പ്രോസസ്സാണ്. ഓക്കെ, ഒരു ബർത്ത്, ഒരു ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സ്ത്രീകൾക്കുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവരൊക്കെ നമ്മളോട് സംസാരിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പൊ നമ്മളിപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു സ്ത്രീ, ഓക്കെ, ഐ എം ക്യാരിങ് എന്ന് പറഞ്ഞ് അവർ പറയുന്ന അമ്മയ്ക്കും കുഞ്ഞിനും, ഓക്കെ, നിങ്ങൾ രണ്ടുപേർക്കും നല്ലത് വരട്ടെ, നിങ്ങൾ രണ്ടുപേരും ഓക്കെ ആയി വരട്ടെ, ഇതിനെ ഒന്ന് സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റട്ടെ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അവർക്കൊക്കെ അതിന്റെ അത് എത്രത്തോളം ഡീപ്പാണ് ആ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് എന്നറിയാം. ഇപ്പം കേരളത്തിലെ ആളുകൾക്കും അതറിയാം. അതിന്റെ ഒരു തെളിവാണ് ഇപ്പം നടന്നിരിക്കുന്ന ഈ ഒരു പ്രതിഷേധ സ്വരങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം, സപ്പോർട്ട് ചെയ്യാത്തവരും ഉണ്ടായിരിക്കാം. സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറഞ്ഞ സത്യമല്ലേ, പണ്ടത്തെ ആളുകളെ കണ്ടിട്ടില്ലേ, അവർക്ക് പ്രസവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അവർ ജോലിക്ക് പോകുന്നു. ഇങ്ങനെ പല അമ്മൂമ്മമാരും പറഞ്ഞ കഥകളും നമ്മളിൽ ഈ വീഡിയോ കാണുന്ന പലരിലും നമ്മൾ ഓരോരുത്തരും കേട്ട് കാണും. ഓക്കെ, ഇൻ കേസ് ഞാൻ വരെ അങ്ങനത്തെ ഒരു കഥകൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ സംഭവം എന്താണെന്ന് അറിയോ, പണ്ടത്തെ കാലത്ത് അതേ ഉള്ളായിരുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, വേറെ എന്ത് ഓപ്ഷൻ ഉണ്ട്? അതായത് 10-18, ഇപ്പൊ 18 വയസ്സാണ് നമ്മുടെ പ്രായപൂർത്തി ഒരു മനുഷ്യനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നിയമം അനുസരിച്ച് 18 വയസ്സാണല്ലോ ഇന്ത്യയിൽ. ഓക്കെ, അപ്പൊ ഈ 18 വയസ്സാവുന്നതിനൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഒരു 10, 13, 14, 15, 16 വയസ്സിലൊക്കെ ഈ പറയുന്ന പാവം പെൺപിള്ളാരെ പിടിച്ച്, അന്നത്തെ കാലത്ത് പാവം പെൺപിള്ളാരെ പിടിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചു വിടും. ഓക്കെ, അതായത് ഒരു വീട്ടിൽ ഒരുപാട് മക്കളുണ്ടായിരിക്കുമല്ലോ, അപ്പൊ കല്യാണം കഴിപ്പിച്ചു വിടും. അപ്പൊ ഈ കല്യാണം കഴിച്ച് ചെന്ന് ആ ഒരു നിൽക്കുന്ന ഒരു വീട്ടില് അവർക്ക് പ്രത്യേകിച്ച് വോയിസ് ഒന്നും കാണത്തില്ല. ഓക്കെ, അതായത് അവിടെ സംസാരിക്കുന്നത് ആ വീട്ടിൽ മുതിർന്ന ആണുങ്ങളോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഒക്കെ ആയിരിക്കും അവിടുത്തെ കാര്യങ്ങൾ അന്നത്തെ ഒരു അവസ്ഥ അതാണല്ലോ. അപ്പൊ ഇവർക്കൊന്നും തിരിച്ചു പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഇവർ ഫിസിക്കലി ഒരു കുട്ടിക്ക് വേണ്ടി ഓക്കെ അല്ലെങ്കിലും, മെന്റലി ഒരു കുട്ടിക്ക് വേണ്ടി ഓക്കെ അല്ലെങ്കിലും, ഇവർക്ക് ആ ഒരു കാര്യത്തിന് എതിർത്ത് ഒരു ഒറ്റ വാക്ക് പറയാൻ പറ്റത്തില്ല. എനിക്കിപ്പോ കുട്ടി വേണ്ട എന്ന് പോലും അവർക്ക് പറയാൻ പറ്റില്ല. അപ്പോ വരുന്നതിനെയൊക്കെ സ്വീകരിക്കുക എന്നൊരു മൈൻഡേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നിരിക്കട്ടെ, ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നിരിക്കട്ടെ, ആ കുട്ടി ഉണ്ടായി ഇന്നത്തെ കാലത്തെ പോലെ റെസ്റ്റ് എടുക്കുക. ഇന്നത്തെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും, നമുക്ക് അതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് അറിയാമല്ലേ. പക്ഷെ അന്നത്തെ കാലത്ത് അത് പറ്റില്ല. ഒരുപാട് അംഗങ്ങളുള്ള ഒരു കുടുംബങ്ങളായിരിക്കും അവരൊക്കെ. അപ്പൊ അവര് പെട്ടെന്ന് തന്നെ ജോലികളിലേക്കും, അതായത് വീട്ടു ജോലികളിലേക്കൊക്കെ ആണെങ്കിലും വെളിയിലുള്ള ജോലി എന്തിനേക്കൊക്കെ ആണെങ്കിലും അവര് ഇടപെടേണ്ടി വരും. അത് അവരുടെ നിവൃത്തികേടാണ്. ഓക്കെ, അതൊരിക്കലും അവര് എന്തെങ്കിലും ഒരു വലിയ പുണ്യം ചെയ്യുന്നൊന്നുമല്ല, അവരുടെ നിവൃത്തികേടാണ്. വേറെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നത്തെ ഒരു കാലത്ത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് പണ്ടത്തെ ആളുകളോടൊക്കെ ചോദിച്ചു നോക്കുക. അങ്ങനെ നമ്മൾ ഒരു പ്രസവാനന്തരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ചുറ്റുപാടുള്ള മനുഷ്യർ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പ്രായമുള്ള ആളുകളോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമുക്കറിയാൻ പറ്റും ആ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രഷർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ ഈ ഒരു കേസിൽ അഖിൽമാരാർ സംസാരിക്കുന്നത് ഇദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായിരിക്കും എന്ന് ഞാൻ പറയാം. അതായത് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു കഴിയുമ്പോൾ കുറെ ആളുകൾ ശരിയാണല്ലോ, ശരിയാണല്ലോ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കൂ. കേരളത്തിന്റെ ഒരു അവസ്ഥ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള മോഡേൺ ഫെസിലിറ്റീസും ഉണ്ട്. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പൊ അത്രയും നമ്മൾ ഡെവലപ്ഡ് ആണ്. ഓക്കെ, ഇൻ ദ സെൻസ് ഓഫ് മൈൻഡ്. ഓക്കെ, നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ എത്ര പിന്നോക്കമാണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം മുന്നോട്ടാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളുടെ കാര്യത്തിൽ ഒരു മൃഗം, ഒരു പൂച്ചക്കുട്ടി മെട്രോ സ്റ്റേഷനിൽ കുടുങ്ങിയപ്പോ കേരളം മുഴുവൻ കുടുങ്ങിയ, നമ്മളെല്ലാം ഒന്ന് പേടിച്ച് ആ ഒരു പൂച്ചക്കുട്ടിക്ക് വേണ്ടി നമ്മളെല്ലാം ഒരുമിച്ചവരാണ്. ഒരു പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ചവരാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സംഭവം കേരളം പോലൊരു സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു പിളർപ്പ് ഉണ്ടാക്കാമെന്നാണോ? ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സംഭവവും ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ഒരു പ്രസവം എന്ന് പറയുന്ന ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇതിനകത്തൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല കാര്യം. ഇത് കേരളമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് തന്നെ ബുദ്ധിയുണ്ട്.
ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.